പ്രവാസ ലോകത്തെ വാർത്തകൾ. സ്വകാര്യ മേഖലയിൽ സ്വദേശീവൽക്കരണം ശക്തമാക്കാൻ ഖത്തർ. കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകി തൊഴിൽ മന്ത്രാലയം. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കടുപ്പിക്കാൻ ഖത്തർ ഭരണകൂടത്തിന്റെ നിർണായക നീക്കം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശി പ്രാതിനിധ്യം നിലവിലുള്ള 17% നിന്ന് 20% ഉയർത്തും. കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം നൽകി തൊഴിൽ മന്ത്രാലയം. ഖത്തർ നാഷണൽ വിഷൻ 2030 ഭാഗമായാണ് സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവരുന്നത്. സ്വദേശികളെ ആകർഷിക്കാൻ 2026 ഖത്തർ നാഷണലൈസേഷൻ അവാർഡും തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച തൊഴിലന്തരീക്ഷം ഒരുക്കുന്ന കമ്പനികൾക്കും കഴിവ് തെളിയിക്കുന്ന സ്വദേശി ഉദ്യോഗസ്ഥർക്കും പുതിയ അവാർഡിലൂടെ പ്രത്യേക ആനുകൂല്യങ്ങളും അംഗീകാരവും ലഭിക്കും. ഇത് കമ്പനികൾക്കിടയിൽ സ്വദേശി ജീവനക്കാരെ നിയമിക്കുന്നതിനായി വലിയ രീതിയിലുള്ള ആരോഗ്യകരമായ മത്സരം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി തൊഴിലിടങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളും മികച്ച അവസരങ്ങളും ഒരുക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ സ്വദേശികളെ നിയമിക്കുന്നതിന് വ്യക്തമായ നിയമപരിരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന പ്രൈവറ്റ് സെക്ടർ നാഷണലൈസേഷൻ ലോ ഇതിന് ശക്തമായ അടിത്തറയാണ് നൽകുന്നത്. ഈ നിയമപരമായ ചട്ടക്കൂട് വഴി സ്വദേശികളെ മികച്ച തസ്തികകളിൽ നിയമിക്കാനും അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ നൽകാനും കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഒപ്പം സ്വദേശികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് സർക്കാർ പ്രത്യേക പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദീർഘകാല റെസിഡൻസി നിയമം പ്രഖ്യാപിച്ച് കുവൈറ്റ്. വിദേശ നിക്ഷേപകർക്ക് 15 വർഷം വരെ താമസിക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ നിയമം. രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പുതിയ ദീർഘകാല റെസിഡൻസി നിയമം പ്രഖ്യാപിച്ച് കുവൈറ്റ് സർക്കാർ. യോഗ്യരായ വിദേശ നിക്ഷേപകർക്ക് 15 വർഷം വരെ രാജ്യത്ത് തുടരാൻ അനുമതി നൽകുന്നതാണ് പുതിയ റെസിഡൻസി പെർമിറ്റ് സംവിധാനം. കുവൈറ്റിലെ ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽയൂം വഴിയാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ദീർഘകാല റെസിഡൻസിക്ക് അർഹത നേടുന്നതിനായി വിദേശ നിക്ഷേപകർ പാലിക്കേണ്ട കർശനമായ നിയമപരവും സാമ്പത്തികവും പ്രവർത്തനപരവുമായ നിബന്ധനകൾ പുതിയ നിയമത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കും ആനുകൂല്യം ലഭിക്കുമെന്നതാണ് നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത. ലൈസൻസ് ഉള്ള നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഉടമകൾ, ബിസിനസ് പങ്കാളികൾ, കമ്പനികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കും ദീർഘകാല റെസിഡൻസി പെർമിറ്റുകൾ ലഭിക്കും. നിക്ഷേപകർക്ക് പുറമെ അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും ഈ ആനുകൂല്യം ലഭ്യമാണ്. പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ എന്നിവർക്കും ഈ ദീർഘകാല റെസിഡൻസി പെർമിറ്റിന് അർഹതയുണ്ടായിരിക്കുമെന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റ് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ആയിരിക്കും പുതിയ ദീർഘകാല റെസിഡൻസി അപേക്ഷകൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. വ്യാജരേഖകളോ തെറ്റായ വിവരങ്ങളോ സമർപ്പിക്കുന്ന അപേക്ഷകരെ കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ പഴയ കറൻസി നോട്ടുകൾ മാറ്റിയെടുക്കാൻ സെപ്റ്റംബർ 21 വരെ സമയം. പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഒമാൻ വിപണിയിൽ നിന്ന് പിൻവലിച്ച പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകൾ വഴി മാറ്റി നൽകുന്നതിനുള്ള സമയപരിധി 2026 സെപ്റ്റംബർ 21 തിങ്കളാഴ്ച അവസാനിക്കുമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. 6ാം സീരീസിൽ ഉൾപ്പെട്ടതും 2020 മുൻപ് പുറത്തിറക്കിയതുമായ നോട്ടുകളാണ് മാറ്റിയെടുക്കേണ്ടത്. സെപ്റ്റംബർ 21 ബാങ്കുകളുടെ പ്രവൃത്തി സമയം അവസാനിക്കുന്നതുവരെ ഒമാൻ സുൽത്താനേറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ വാണിജ്യ ബാങ്കുകൾ വഴിയും ഈ നോട്ടുകൾ മാറ്റി വാങ്ങാവുന്നതാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞാൽ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അവകാശവും സ്വീകരിക്കില്ലെന്ന് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.